ഒരുപക്ഷെ അതുതന്നെ ആയിരിക്കാം മിഥുൻ ഇത്തരത്തിൽ കരുതലോടുകൂടിയാണ് ഇപ്പോൾ വിമർശിക്കുന്നുണ്ട്. വിജയ് കൃത്യമായി ഈ മാനദണ്ഡങ്ങളൊന്നും പാലിച്ചില്ല, ഉത്തരവാദിത്തം കാണിച്ചില്ല എന്ന തരത്തിൽ വിമർശിക്കുന്നുണ്ട് എങ്കിൽ പോലും അത് അത്രത്തോളം രൂക്ഷമായ വിമർശനമായിട്ട് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരാരും വിലയിരുത്തുന്നില്ല. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലിൽ എത്തി നിൽക്കുന്ന ഒരു സമയമായതിനാൽ തന്നെ വിജയ്ക്കെതിരെ കടുത്ത നടപടിയിലേക്ക് കടക്കാനോ അതിരൂക്ഷമായി വിമർശിക്കാനോ ഒരു പാർട്ടിയും തയ്യാറാകാത്തൊരു സാഹചര്യം കൂടി ഉണ്ടോ അവിടെ? ആര്യ, നിലവിലിപ്പോൾ കോൺഗ്രസും BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ വിജയ് അറസ്റ്റ് ചെയ്യണം എന്നുള്ള ആവശ്യവുമായി രംഗത്ത് വരുന്നുണ്ട്. വിജയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണം, അതിനുശേഷം അറസ്റ്റ് ചെയ്ത് കടുത്ത നടപടികളിലേക്ക് പോകണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുകയും ചെയ്തത്. പക്ഷേ നമുക്ക് അതിൽ ചേർത്ത് വെക്കപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പുലർച്ചെ തന്നെ ഈ പരിക്കേറ്റവരെയും ഒപ്പം തന്നെ ഒക്കെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി കരൂരിലെത്തുകയും ചെയ്തിരുന്നു. ആശുപത്രിയിലും പിന്നീട് മോർച്ചറിയിലേക്കുമൊക്കെ പോയി അദ്ദേഹം അന്തിമോപചാരം അർപ്പിക്കുന്നതൊക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. പക്ഷേ ഒരു വാക്കുകൊണ്ട് പോലും തന്നെ വിജയെ കടുത്ത ഭാഷയിൽ വിമർശിക്കാൻ ഇതുവരെയും MK സ്റ്റാലിൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിൽ പ്രധാനമായും എടുത്തു കാണപ്പെടേണ്ടത്. ഇത്തരത്തിൽ ഒരു വിമർശനം MK സ്റ്റാലിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായാൽ അത് നേട്ടമുണ്ടാക്കാൻ പോകുന്നത് വിജയ്ക്ക് തന്നെയാണ് എന്ന് കൃത്യമായി MK സ്റ്റാലിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള കടുത്ത ഭാഷയിലുള്ള വിമർശനത്തിലേക്ക് ഈ MK സ്റ്റാലിൻ കടക്കാത്തതെന്നാണ് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്തത്. പ്രത്യേകിച്ച് 2026 തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നു. അത് DMK സംബന്ധിച്ച ഒരു തുടർഭരണം ഉറപ്പാക്കുക എന്നുള്ള വലിയ ലക്ഷ്യം ഉണ്ട്. ഏതായാലും മറ്റു വെല്ലുവിളികളൊന്നും തന്നെ നിലവിലെ സാഹചര്യത്തിൽ DMKക്ക് മുന്നിലില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു ഈസി വാക്ക് ഓവർ ഉണ്ടാവില്ല എങ്കിൽ പോലും തന്നെ ഒരു തുടർഭരണം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ഉറപ്പാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനമായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി DMKയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്ത് അത് നിലനിർത്തി പോവുക എന്നുള്ളത് തന്നെയാണ്. അതിനൊരു തരത്തിലും വെല്ലുവിളിയായി മറ്റൊരാൾ കടന്നു വരാൻ പാടില്ല എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം സ്റ്റാലിന് മുന്നിലുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണ് കൃത്യമായും ഈ ഒരു വിഷയത്തിലും സ്റ്റാലിൻ എടുക്കുന്നത്. സ്വാഭാവികമായും ഈ വിമർശനങ്ങൾ ഉന്നയിച്ചാൽ തങ്ങളുടെ സർക്കാരിൻ്റെ കാലത്ത് ഇതിനു മുമ്പുണ്ടായിട്ടുള്ള ദുരന്തങ്ങൾ അതെല്ലാം തന്നെ ചർച്ചാ വിഷയമായി വരികയും ചെയ്യും. അത് വലിയ രീതിയിൽ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ പോകുന്ന വിജയ് തന്നെയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ MK സ്റ്റാലിനും ഒപ്പം തന്നെ DMKക്കുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് പോകാത്ത എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് കേവലം ഈ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി താരത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്തുകൊണ്ട് താരം ആ സമയത്ത് ചെന്നൈയിലേക്ക് ഉടൻ തന്നെ മടങ്ങി എന്നുള്ള ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. അറസ്റ്റ് ചെയ്ത് അകത്തിടൂ എന്നുള്ള അടക്കമുള്ള വലിയ വ്യാപകമായ പോസ്റ്റുകളൊക്കെ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ പ്രധാനമായും ചോദിക്കേണ്ട ഒരു കാര്യം, ഇത്രയും അധികം ആളുകൾ വന്നത് എന്തിനാണ്? അല്ലെങ്കിൽ വിജയ് ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുന്ന ആ ഒരു രാഷ്ട്രീയ ലക്ഷ്യം അല്ലെങ്കിൽ അത് മുന്നിൽ കണ്ടുകൊണ്ടാണോ? അല്ലെങ്കിൽ വിജയ് എന്ന ഒരു രാഷ്ട്രീയക്കാരനപ്പുറം ഒരു സിനിമാ താരത്തെ കാണാൻ വേണ്ടിയാണ് ഇത്ര ആളുകൾ അവിടെ തടിച്ചുകൂടുകയും ചെയ്തത്. സ്വാഭാവികമായും ഇങ്ങനെ വിജയ് ഈ ആശുപത്രിയിലേക്ക് ഈ പരിക്കേറ്റവരെ കാണുന്നതിന് വേണ്ടി അവിടേക്ക് വന്നാൽ ഇതേ ജനം അവിടെയും തടിച്ചുകൂടും, വലിയ ദുരന്തം അവിടെയും സാക്ഷ്യം വഹിക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്രത്തോളം വലിയ വൈകാരികമായി ആളുകൾ വിജയ്ക്ക് അടുക്കലേക്ക് വരികയും ചെയ്യും. അത് നിയന്ത്രിക്കാൻ അവിടെ ഉണ്ടാകുന്ന പോലീസുകാർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ അത് വലിയ രീതിയിലുള്ള വീണ്ടും വലിയൊരു ദുരന്തത്തിലേക്ക് വഴിവെക്കുകയും ചെയ്യും. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് താരം അവിടെ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തിരുച്ചിറപ്പള്ളിയിൽ ആരംഭിച്ച ആദ്യ പര്യടനം മുതൽ തന്നെ പ്രവർത്തകർ വ്യാപകമായി പൊതുമുതൽ നശിപ്പിക്കുന്നു. അനിയന്ത്രിതമായ തിരക്കുണ്ടാവുന്നതൊക്കെ വിജയിക്കും പാർട്ടിക്കും ബോധ്യമുള്ളതാണ്. അതേസമയം തന്നെ സർക്കാരിനും പോലീസിനും ബോധ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഈ 20,000-ന് അടുത്ത ആളുകളെ പ്രതീക്ഷിച്ചിരുന്നു എന്ന് DGP തന്നെ പറയുമ്പോൾ 500 പോലീസുകാർ മാത്രം മതിയായിരുന്നു ആ തിരക്ക് നിയന്ത്രിക്കാൻ എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. തന്നെ കാണാൻ ഇത്രത്തോളം ആളുകൾ അവിടെ എത്തും, അതുകൊണ്ടാണ് സ്വാഭാവികമായും സർക്കാരും കോടതിയും ഒക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് എന്നത് വിജയ് എന്തുകൊണ്ട് മനസ്സിലാക്കാതെ പോയി? ആ നിയന്ത്രണങ്ങൾ എന്തുകൊണ്ട് പാലിക്കാതെ പോയി? ചട്ടങ്ങൾ പാലിക്കാതെ പോയി എന്നുള്ളതിന് ഉത്തരം വിജയും TVKയും നൽകണം. അതേസമയം തന്നെ DMKയും ഭരണകക്ഷിയായ സർക്കാരും ഇതിന് ഉത്തരം നൽകി.